യശയ 57 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നീതിമാൻ നശിക്കുന്നു, ആരും കാര്യമാക്കുന്നില്ല. 10 തുടച്ചു മാറ്റപ്പെടുന്നു, ആരും തുടച്ചില്ല. എന്നാൽ നീതിമാൻ നിരാശത്തിൽ നിന്ന് എടുക്കപ്പെടും, അവർ സമാധാനത്തിൽ പ്രവേശിക്കും. മാർഗം നിരത്തിൽ കിടക്കയിൽ വിശ്രമം കൊള്ളും. ആഭിചാരികളുടെ പുത്രന്മാരെ, വ്യഭിചാരിയുടെയും സ്വൈരിണിയുടെയും സന്തതികളെ അടുത്ത് വരികയും. ആരെയാണ് നിങ്ങൾ പരിഹരിക്കുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ വായി കൊടുക്കുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത്? അതിക്രമത്തിന്റെയും വഞ്ചനയുടെയും സന്തതികളല്ലേ നിങ്ങൾ? ഓക്ക് മരങ്ങൾക്കിടയിലെ ഓരോ പച്ചമരത്തിന്റെയും ചുവട്ടിൽ നിങ്ങൾ വിഷയാസക്തിയാൽ ജ്വലിക്കുന്നു. താഴ്വരകളിലും പാറ ഇടുക്കുകളിലും നിങ്ങൾ ശിശുക്കളെ കുരുതി കഴിക്കുന്നു. താഴ്വരയിലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലാണ് നിന്റെ അവകാശം. അവ തന്നെയാണ് നിന്റെ ഓഹരി. അവയ്ക്ക് നീ ദ്രാവക നൈവേദ്യം ഒരുക്കി ധ്യാനബലി അർപ്പിച്ച് ഇവ കണ്ട് ഞാൻ അങ്ങനെ അടങ്ങണമെന്നും ഉയർന്ന ഗിരി ശൃംഗത്തിൽ നീ ശയ്യ ഒരുക്കി. നീ അവിടെ ബലിയർപ്പിക്കാൻ പോയി. വാതിൽ പടിക്കും പിന്നിൽ നീ അടയാളങ്ങൾ സ്ഥാപിച്ചു. എന്നെ ഉപേക്ഷിച്ച് നീ മുരിഞ്ഞ വിസ്തൃത ശയ്യ ഒരുക്കി അതിൽ കിടന്ന് നീ സഹശയനത്തിന് ആഗ്രഹിക്കുന്നവരുമായി വിടപേശി. നീ അവരുടെ നഗ്നത കണ്ടു. മോളക്കിന്റെ അടുത്തേക്ക് നീ തൈലവുമായി പോയി. പലതരം സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുപോയി. നീ വിദൂരത്തിലേക്ക് പാതാളത്തിലേക്ക് പോലും ദൂതരെ അയച്ചു. വഴി നടന്ന് നീ തളർന്നു, എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ പറഞ്ഞില്ല. ശക്തി വീണ്ടെടുത്തതിനാൽ നീ തളർന്നു വീണില്ല. ആരെ പേടിച്ചാണ് നീ കള്ളം പറഞ്ഞത്? എന്നെ ഓർക്കുകയോ എന്നെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട്? ദീർഘനാൾ ഞാൻ നിശബ്ദനായിരിക്കുന്നത് കൊണ്ടാണോ നീ എന്നെ ഭയപ്പെടാത്തത്? ഞാൻ നിന്റെ നീതിയും ചെയ്തികൾ വെളിപ്പെടുത്താം, പക്ഷെ അവ നിനക്ക് അനുകൂലമാവുകയില്ല. നീ ശേഖരിച്ച വിഗ്രഹങ്ങൾ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കട്ടെ. കാറ്റ് അവയെ പറത്തിക്കളയുകയും ഒരു നിശ്വാസം മതി അവയെ തെറിപ്പിക്കാൻ. എന്നെ ആശ്രയിക്കുന്നവർ ദേശം കൈവശമാക്കും. അവൻ എന്റെ വിശുദ്ധ ഗിരി അവകാശമായി ലഭിക്കും. ശാന്തിയും സൗഖ്യവും വഴിയൊരുക്കുവിൻ. എന്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധനങ്ങൾ നീക്കിക്കളയണം എന്ന ആഹ്വാനം ഉയരും. അത്യുന്നതനും മഹത്വപൂർണ്ണമായവൻ, അന്ധതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുൾ ചെയ്യുന്നു. ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടി വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല, കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. ഞാനാണ് ജീവശ്വാസം നൽകിയത്. അവന്റെ ദുഷ്ടമായ അത്യാഗ്രഹം നിമിത്തം ഞാൻ കോപിച്ചു. എന്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു. എന്നിട്ടും അവൻ തനിക്ക് തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു. ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി വിലപിച്ചവരുടെ അലങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാനിടയാകും. കർത്താവ് അരുൾ ചെയ്യുന്നു, സമാധാനം. ദൂരസ്ഥർക്ക് സമീപസ്ഥർക്കും സമാധാനം. ഞാൻ അവനെ സുഖപ്പെടുത്തും. പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനില്ല. അതിന്റെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു. എന്റെ ദൈവം അരുൾ ചെയ്യുന്നു, ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.